ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു കുഞ്ഞു വീഡിയോസായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഇന്നലെ എടുത്തിട്ടുള്ളതാണ്, 7-ാം തീയതി എടുത്തിട്ടുള്ള വീഡിയോസാണ്. അന്ന് റിയാഡേയും ഹിബാഡേയും ബർത്ത്ഡേ ആയിരുന്നു, അന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് തീരെ സമയം കിട്ടിയില്ല, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു. അതാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാഞ്ഞത്. തലേന്ന് ഞാൻ ബർത്ത്ഡേ തലേന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇപ്പോൾ 7-ാം തീയതി രാവിലെ ആണെങ്കിൽ റിയാക്ക് ട്യൂഷനിൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ 8 മണിയായപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. 10:15 ആയപ്പോഴാണ് കേട്ടോ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ 2 കൂട്ടുകാരികളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ വന്നതിന് ശേഷം ഇവൾ ട്യൂഷന് പോകുന്നതിന് മുന്നേ തന്നെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴും നിന്നിട്ട് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ, രാവിലെ എടുത്തിട്ടുള്ള ഫോട്ടോസുകളും. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും അവർ കേക്ക് മുറിക്കാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് 2 കൂട്ടുകാരികളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം തലേന്നിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹോദരനും നാത്തൂനൊന്നും വരത്തില്ല എന്ന്. സംഭവം ഒരു 1:30 ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതാ റിയായും ഹിബായും കൂടെ അതാ കേക്ക് മുറിക്കാനായിട്ട് എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് അവർ കേക്ക് മുറിക്കണം കേട്ടോ. അപ്പോൾ ഇവരെ വയസ്സ് വന്നിട്ട് മൂത്താൾക്ക് 15 വയസ്സ്, അവൾ SSLC എഴുതിയിട്ട് നിൽക്കുകയാണ്. അവൾക്ക് 7/5/2011 ആണ് കേട്ടോ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മളെ ഹിബക്കുട്ടിക്ക് 7/5/2014 ഒരു ദിവസമാണ് കേട്ടോ രണ്ടുപേരും ബർത്ത്ഡേ വരുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ചാണ് എല്ലാവരും കേക്ക് മുറിക്കലും ആഘോഷങ്ങളൊക്കെ നടത്തുന്നതും. അപ്പോഴും ഇങ്ങനെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഒത്തിരി പേര് ഇങ്ങനെ പറയും കേട്ടോ, നമുക്ക് ചിലവ് ചുരുക്കി മതിയല്ലോ എന്നൊക്കെ, ഒരു കേക്കിലൊക്കെ എല്ലാം ഒതുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എന്താ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ രാവിലെ ചിക്കൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഇവർക്ക് നേരത്തെ ഫുഡ് കൊടുത്ത് നേരത്തെ എല്ലാവരും 12:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1:30 ആയ സമയത്ത് ആദ്യകുട്ടനും ആഫിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവർ വന്നതിന് ശേഷമാണ് ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇക്ക ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇക്കാക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ വർക്കല ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3 മണി ആയപ്പോഴാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. 6 മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ കൂടുതൽ എൻജോയ് ചെയ്യുന്ന നമ്മളെ ഹിബായ ആദ്യകുട്ടനുമാണ് കേട്ടോ. അവർക്ക് 2 പേർക്കും വെള്ളം കണ്ടാൽ പ്രാന്ത് എന്നൊക്കെ പറയത്തില്ലേ, അതാണ് സംഭവം. പിന്നെ ഒരു വിധത്തിലാണ് അവരെയും വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് തിരിച്ച്. ഒരു വിധത്തിൽ വെള്ളത്തിൽ നിന്ന് കയറത്തുമില്ലായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിര വരുന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അവരെയും കൊണ്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് 6 മണി കഴിഞ്ഞ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ഒരു 10:30 വരെ. അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. റിയാടെ ഹിബാഡൻ ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. പിന്നെ ഇത്രയൊക്കെയുള്ള കേട്ടോ, ഒരു കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ കാണാം. ബൈ.